89.6 FM സർഗക്ഷേത്ര. നമസ്കാരം നമസ്കാരം നമസ്കാരം. സർഗക്ഷേത്ര 89.6 FM-ല് ഇത് ഉയരയുടെ സമയമാണ്. ഉയരയിൽ ഇന്ന് എനിക്കൊപ്പം എന്തായാലും ഒരു ഗസ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. യെസ്, പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അങ്ങനെ വെറുമൊരു മുളങ്കുഴലിലൂടെ ഇത്രയും മനോഹരം എന്ന് പറഞ്ഞാൽ ഇനിയും കേൾക്കാൻ പോകുന്ന കുറച്ച് സംഗീതത്തെ കുറിച്ചുകൂടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സംഗീതം എങ്ങനെ വരുന്നുവെന്നും അതിൻ്റെ പിന്നിലെ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ കാര്യങ്ങളും നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ ചെയ്യാൻ പോകുന്ന കാര്യം. ദിവ്യ എന്തൊക്കെ കാര്യമാണ് ഈ പറയുന്നത് എന്നല്ലേ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത്, എന്നാൽ ആ വിചാരം ഒട്ടും തെറ്റല്ല. ചില സമയത്തെ നമ്മൾ റീൽസൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇടയിലേക്ക് ഞാൻ കണ്ട ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് നമുക്ക് പോവാവേ. ഒരു സ്ത്രീ ഒരു പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് വായിക്കുന്നത് ഒരു തൊഴുത്തിലാണ്. ആ തൊഴുത്തിലെ പശുക്കളൊക്കെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ് ആ പുല്ലാങ്കുഴൽ വായിക്കുന്ന സ്ത്രീയെ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓർമ്മ വന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണൻ ഇങ്ങനെ നമ്മളുടെ പുല്ലാങ്കുഴലൊക്കെ വായിച്ച് എല്ലാ കിടാവുകളെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും സത്യമാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലരോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. യെസ്, വെറും ഒരു കാറ്റും ഒരു കുഞ്ഞു മുളങ്കുഴലും കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് മനോഹരമായ സംഗീതം നിറയ്ക്കുന്ന ഒരു പ്രിയ കലാകാരനാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. അർജുൻ കുമാർ MA, ഫ്ലൂട്ടിസ്റ്റ്. ഹലോ, നമസ്കാരം. ഹലോ. ഇതൊക്കെ കേട്ടിട്ട് മിണ്ടായിരിക്കണോ? അങ്ങനെ ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മുടെ ഉയരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. നമ്മളിൽ പലരും ഫ്ലൂട്ട് വായിക്കുന്നത് കേട്ടിട്ടുണ്ടാവും, ആസ്വദിക്കാറുണ്ടാവും. അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകളും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അറിവിൻ്റെ ലോകം ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിന്ന് ഉയരയിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ഫ്ലൂട്ടിൽ എത്ര ടൈപ്പുകളുണ്ടെന്നോ, ഇതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നോ, ഇതിനായിട്ട് എന്തൊക്കെ ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഐ ആം സോ എക്സൈറ്റഡ്. അർജുനെ ഇങ്ങനെ മുന്നിലിരുത്തിയിട്ട് ഞാൻ എന്താണ് ചോദിക്കാൻ തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് തുടക്കം മുതൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. നമ്മളിൽ പലരും കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടമായിട്ടാണെങ്കിലും ഒരു കുഴലെടുത്ത് കയ്യിലെടുത്ത് ഊതിയിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ അങ്ങയുടെ, അതായത് അർജുൻ്റെ ജീവിതത്തിൽ ഇതൊരു കരിയറായി മാറി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറി. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള ഒരു വഴിയുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാവോ? ചെറുപ്പകാലത്ത് എല്ലാവരെയും പോലെ തന്നെ ഈ കടപ്പുറത്തൊക്കെ കാണുന്ന ഫ്ലൂട്ട് മേടിച്ച് അങ്ങനൊരു ഇതേപോലെ തന്നെ ആയിരുന്നു. അപ്പം ഒത്തിരി നാൾ മുന്നേ എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു ഫ്ലൂട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് വായിക്കും. അപ്പം എനിക്കൊരു ആഗ്രഹം ഒന്ന് വായിക്കണമെന്ന്. അങ്ങനെ എടുത്തു. ആദ്യം നോക്കിയിട്ട് എയർ മാത്രമേ ഉള്ളൂ, സൗണ്ടൊന്നും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് എനിക്ക് വാശിയായി ഒന്നും പഠിച്ചേ പറ്റൂ എന്നുള്ളത്. അത് കഴിഞ്ഞിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ തന്നെ കടപ്പുറത്തു നിന്നൊരു ഫ്ലൂട്ട് മേടിച്ചു. അതിൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഇപ്പോഴത്തെ ഫ്ലൂട്ട് പോലെയല്ല, ചെരിച്ചല്ല, ഡയറക്റ്റ് സൗണ്ട് വരും. അപ്പം വായിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഫിംഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്കിന് വോയിസ് വരുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അപ്പം മനസ്സിലായി നമുക്ക് കിട്ടുമെന്നുള്ളത് മനസ്സിലായി. ഇതിൽ ഞാനൊരു പ്രോ തന്നെയാണ്. അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെയാണ് യൂട്യൂബിലോട്ട് നോക്കുന്നത്. യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കിന് ഇതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം കുറച്ചൊക്കെ പാടായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് ഈ കുറച്ച് നോട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കൈ വന്നെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഗൂഗിൾ ദാസ് നെടുങ്ങുന്നെന്ന് പറഞ്ഞു. ആൾ നാദസ്വരമാണ്. അപ്പം പുള്ളിക്കാരനോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, വീട്ടിലോട്ട് വരാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി അത് ഇഷ്ടവും താല്പര്യവും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ എനിക്ക് സംസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് പഠിക്കാൻ പറ്റി. അങ്ങനെ ആളെന്നും വീട്ടിൽ വന്ന് നല്ലോണം പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ പാട്ട് പഠിക്കുന്ന വോക്കൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് കുറച്ച് സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് ഫ്ലൂട്ട് പിന്നെ എൻ്റെ പുറകെ ആകുന്നത്. ഞാനൊരു 6 വർഷത്തേക്കിന് മൃദംഗം പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. മൃദംഗം പഠിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ വഴി തെറ്റി വന്നെന്ന് പറയാം. ഞാൻ വഴി വെട്ടി വന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ വഴി തെറ്റി വന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, മൃദംഗത്തിൽ നിന്ന്
ഒരു ബന്ധവുമില്ലാത്ത ഓടക്കുഴലിലേക്ക് വന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് തന്നെ തോന്നുന്നു. അതെ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇവിടെ എത്തും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എന്ത് തന്നെ ആയാലും അർജുന്റെ കൂടെ ഒരുപാട് പുല്ലാങ്കുഴലുണ്ട്. ഇപ്പൊ എനിക്ക് സ്റ്റുഡിയോയിൽ ഒരുപാട് പുല്ലാങ്കുഴൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, ഉയരയിൽ അവസാന ഭാഗത്തേക്ക് നല്ലൊരു കിടുക്കൻ മ്യൂസിക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പറ്റുമോ എന്ന്, അല്ലേ അർജുൻ? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഉയരെ പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെ ആർജ ദിവ്യയുണ്ട്. ആർജ ദിവ്യയുടെ കൂടെ അർജുൻ ഉണ്ടാവും. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ അറിവുകളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെ പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അപ്പോൾ ഓരോ മേഖലയിലും നമ്മൾ എങ്ങനെയുള്ള അറിവുകൾ നേടിയാലാണ് നമുക്കതിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ പറ്റുക എന്നുള്ള ഒരു പുതിയ ദൗത്യവുമായിട്ട് നമ്മൾ ഉയരെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ഉയരയിൽ കൂടെയുള്ളത് അർജുനാണ്. അർജുൻ ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് എന്ന് തന്നെ പറയണം, അല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരുപാട് പ്രായമുള്ള ആരെയോ പറയുന്ന പോലെ തോന്നുന്നു. എന്നോട് ക്ഷമിക്കണം, അല്ല, ചെറുപ്പക്കാരനാണ്, അർജുനാണ്, നമ്മുടെ ഫ്ലൂട്ടിസ്റ്റ്. അത് മതിയല്ലേ? ഉയരയിലേക്ക് വീണ്ടും സ്വാഗതം പറയുകയാണ്. എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അപ്പോൾ വഴിതെറ്റി വന്നതും വഴി വെട്ടി വന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ച സ്ഥിതിക്ക് ഒരു സംഗീതോപകരണം അത് ഏത് തന്നെ ആയിക്കോട്ടെ പഠിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ തുടക്കകാലത്ത് വിരലുകൾ വേഗത്തിൽ ചലിക്കാനും വിചാരിച്ച പോലെ രാഗം വരാനും ഒക്കെ കുറച്ച് പാടുപെട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആദ്യകാല വെല്ലുവിളികളെ എങ്ങനെയാണ്, ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ടാവുമല്ലോ ശരിക്കും, അങ്ങനെയുള്ള വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടുന്നത്, അല്ലെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? തുടക്കത്തിൽ നല്ല പാടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയല്ല. ഒരു പാട്ടിൻ്റെ പകുതിയൊക്കെ വായിക്കാമെന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കിട്ടിയില്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഗോകുൽദാസ് എന്ന് പറഞ്ഞ ആളാണ് ആദ്യം ഈ മേഖലയിലോട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്ന് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നാദസ്വരത്തിനും ഫ്ലൂട്ടിനും വ്യത്യാസമുണ്ട് വായിക്കുന്ന രീതികൾ. അപ്പം ഗോകുൽദാസ് ചേട്ടൻ തന്നെ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഇത് സ്പെഷ്യലായിട്ട് ആളുടെ അടുത്ത് തന്നെ പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പുല്ലാങ്കുഴൽ ഗ്രൂപ്പുണ്ട്. അവിടെ നോക്കിയപ്പോൾ നമ്മുടെ അടുത്ത് അനിൽ വാഴപ്പള്ളി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ അടുത്താണ് ഞാൻ പിന്നെ പഠിക്കുന്നത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണ്. അവിടെ ചെന്ന് അങ്ങനെ അഖിലേണ്ണാണ് പിന്നെ ബാക്കിയെല്ലാം പഠിപ്പിക്കുന്നതെല്ലാം. അത് വളരെ ഉപകാരപ്പെട്ടു. കാരണം കീർത്തനങ്ങളും കർണാട്ടിക്കുള്ള രീതിയിലെല്ലാം അഖിലേണ്ണാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വെസ്റ്റേൺ ബേസും അതെ കർണാട്ടിക് ബേസും പഠിക്കുന്ന ആളാണ്? അല്ല, ഞാൻ കർണാട്ടിക്കാണ് പഠിക്കുന്നത്. അതായത് ഹിന്ദുസ്ഥാനി 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി നമ്മൾ ഫിംഗറിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ച് വായിക്കുന്നത്. അപ്പം കർണാട്ടിക്കാണ് മെയിൻലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അഖിലേണ്ണൻ അതിനെ ഒത്തിരി രണ്ടുപേരും ഗോകുൽദാസും അഖിലേണ്ണും നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പിന്നെ താല്പര്യമായിട്ട് വരുന്നവരെ ഞാൻ അറിയാവുന്നത് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കണമെന്നുണ്ടാവും. അതായത് ഞങ്ങൾക്ക് ഇത് പഠിക്കണം എന്നുള്ളത് മനസ്സിനോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമയം വേണമല്ലോ. അപ്പം ഈ ഉയരെ കഴിയുന്നതോടുകൂടി കുറേ പേര് പുല്ലാങ്കുഴലിലേക്ക് വരുമെന്ന് തോന്നുന്നു. വരട്ടെ, സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? പിന്നെ ശരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനിടയ്ക്ക് ഒരു കാര്യം ഇപ്പം ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ വീട്ടുകാരുടെ, അതായത് ചുറ്റിനുമുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കസിൻസ്, അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, മൊത്തത്തിൽ പറഞ്ഞാൽ ഫാമിലി ആയിക്കോട്ടെ, അവരുടെയൊക്കെ അഭിപ്രായവും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോൾ ആ ഒരു ഇതിനെ കണ്ടത്? ഭയങ്കര സപ്പോർട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫിനാൻസ് സെക്ടറിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫുള്ളി മ്യൂസിക്കലി കൺവേർട്ട് ആയപ്പോഴത്തേക്കിനും ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ ഈ മ്യൂസീഷ്യൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓഫ് സീസൺ വരും, അപ്പം പ്രശ്നമാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. എന്നാൽ അത് വേണ്ട എന്നുള്ള രീതിയിലല്ല, എൻ്റെ ഇഷ്ടത്തിനൊപ്പം കൂടെ നിൽക്കുന്നത് അമ്മയും അച്ഛനും ചേട്ടന്മാരും. അങ്ങനെ ചേട്ടന്മാർ. ഓക്കെ, അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും എല്ലാം ഫാമിലി. ഇതിൽ നിന്നും മെയിനായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മളെല്ലാവരും വൈറ്റ് കോളർ ജോബിലേക്ക് കടന്നു പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിൻ്റെ എത്തിപ്പെടുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചാലോ എന്ന് തീരുമാനിക്കുന്ന ഒരു ടൈമുണ്ട്. അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ കലാപരമായിട്ടുള്ള രീതിയിലേക്ക് കുട്ടികൾക്ക് വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അർജുനെ പോലെ അല്ലെങ്കിൽ വേറെ ഈ മേഖലയിൽ തിളങ്ങുന്ന കുട്ടികളെ പോലെയൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കലാകാരനായി മാറും.
അല്ലേ? തീർച്ചയായും. അങ്ങനെ ഈ ഉയരെ അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുക്കാൻ സഹായിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് വരുന്നുണ്ട്. നമുക്ക് അർജുൻ എങ്ങും പോകുന്നില്ല. അർജുനോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സംശയങ്ങൾ ഞങ്ങൾക്ക് തീർത്തു തരണം ഇന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അതേ ഒരു പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ RJ ദിവ്യ ഉയരയുമായി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അർജുനുമായിട്ട്, ഫ്ലൂട്ടിസ്റ്റ് ആയിട്ടുള്ള അർജുനുമായിട്ട് ഉയരെ ഇങ്ങനെ പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി തന്നെ കൂടെയുണ്ട്, ഉയരെ കൂടെയുണ്ട്. അങ്ങനെ ഓടക്കുഴൽ വായിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉയരെ കേട്ടതിന് ശേഷം ആ കോണിൽ നിന്ന് എടുത്തു മാറ്റി മെയിൻ എൻട്രൻസിലേക്ക് നമുക്ക് ആ ഒരു ആഗ്രഹം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു ചെറുതായിട്ടാണെങ്കിൽ ഒരു ക്ലാസ്സിലൊക്കെ പോയി അല്ലെങ്കിൽ ഓടക്കുഴലിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയണം. അപ്പോൾ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് കൃഷ്ണൻ്റെ രൂപത്തിലൊക്കെയാണ്. നമ്മൾ എപ്പോഴും കൃഷ്ണൻ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൃഷ്ണനെ അങ്ങോട്ട് ആലോചിക്കുവേ. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പടങ്ങളിലൊക്കെ വരയ്ക്കുന്നത് നമ്മുടെ വിരലുകളൊക്കെ വെക്കാൻ പറ്റുന്ന ദ്വാരങ്ങളുള്ള ഒരു മുളന്തണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ കണ്ടത് വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിൽ ഇങ്ങനെ കുറേ പല സൈസിൽ, പല വിധത്തിൽ, പല രൂപത്തിൽ ഓടക്കുഴലുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അർജുൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള, അതായത് പല വലുപ്പത്തിലുള്ള പല നീളത്തിലുള്ള ഓടക്കുഴലുകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാണാറുണ്ട്, നിങ്ങൾ വായിക്കും ലൈവ് ഷോ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ചിലതിന് നല്ല കനമുള്ള ശബ്ദമായിരിക്കും, ചിലതിന് നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ടുള്ള സൗണ്ടായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള ഓടക്കുഴലുകൾ കയ്യിലുള്ള ഒരാളാണ് അർജുൻ. ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ. എത്ര തരത്തിലുണ്ട്? ഇതെങ്ങനെ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും ഈ ഓടക്കുഴലുകളെ പറഞ്ഞു തരാൻ പോകുന്നത്? അതായത് നമ്മുടെ ഇന്ത്യയിൽ ഫ്ലൂട്ട് 2 തരത്തിലുണ്ട്. ബാംബു ഫ്ലൂട്ട്, ഒന്ന് കർണാട്ടിക്കും ഒന്ന് ഹിന്ദുസ്ഥാനിയും. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാട്ടിക്കിൽ നമ്മൾ ബ്ലോ ചെയ്യുന്ന ഹോള് കഴിഞ്ഞിട്ട് 8 ഹോൾസ് കാണും. ഓക്കെ. ഹിന്ദുസ്ഥാനി വരുമ്പം ബ്ലോ ചെയ്യുന്ന ഹോള് കഴിഞ്ഞിട്ട് 6 ഹോൾസ് കാണും. അപ്പം നമ്മൾ കേരളത്തിൽ കൂടുതലും കർണാട്ടിക് രീതിയിലാണ് ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും. നോർത്തിലോട്ട് പോയാൽ അവർ കുറച്ച് ഹിന്ദുസ്ഥാനി ടൈപ്പ് ആയിരിക്കും. അതായത് കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും എന്ന് പറഞ്ഞാൽ കർണാട്ടിക്കിൽ കുറച്ച് ഗമകങ്ങൾ കാണും, ഹിന്ദുസ്ഥാനിയിൽ ഗമകങ്ങൾ കുറവാണ്. ഒരു ഒഴുക്ക് പോലെയാണ് വായിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരം ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ ബേസ് ഫ്ലൂട്ടുണ്ട്, മിഡിൽ ഫ്ലൂട്ടുണ്ട്, ഏറ്റവും ചെറിയ ഫ്ലൂട്ടുണ്ട്. മൊത്തം 25 വരും ഫുൾ സൈസ് വരുമ്പം. ബേസ് അറിയാലോ, ബേസ് നോട്ട്സ് പോലെ വരുന്നത്. മിഡിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും, ടോപ്പ് നല്ല ഹൈ ആയിട്ടായിരിക്കും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഇത്രയാണ് ഇന്ത്യയിൽ ഫ്ലൂട്ട്. പിന്നെ വെസ്റ്റേൺ ടൈപ്പ് വരുമ്പോഴത്തേക്കിന് വിദേശത്ത് ഉള്ളവർ കീ ഫ്ലൂട്ട് എന്ന് പറയും. അത് നമുക്ക് ലോഹം മെറ്റീരിയലാണ്. അപ്പം ഇത്തരം ഫ്ലൂട്ട് ഓരോ ഫ്ലൂട്ട് തന്നെ ഓരോ ശ്രുതിക്കാണ് നമ്മൾ വായിക്കുന്നത്, മാറ്റി. വെസ്റ്റേൺ ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവത്തിൽ തന്നെ കീ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഏത് സ്കെയിലും അപ്പം അവത്തെ കീ സെറ്റ് ചെയ്യാം. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫ്ലൂട്ട് എടുത്ത് മാറ്റണം. അത് വേണമെങ്കിൽ നമുക്ക് ഓരോ ഹോൾസും ഓരോത്തിൻ്റെ ഷഡ്ജമായിട്ട് സായായിട്ട് ഉപയോഗിച്ചിട്ട് ഓരോ സ്കെയിലായിട്ട് വായിക്കാം. അങ്ങനെ കുറേ ടെക്നിക്സ് വെച്ചിട്ട് വേണം വായിക്കാൻ. കർണാട്ടിക്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത് സാ 2 ഫിംഗർ എന്ന് പറയും. 2 ഫിംഗർ സായാക്കിയിട്ടാണ് വായിക്കുന്നത്. അവർ വേറെ ഫിംഗർ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹിന്ദുസ്ഥാനി ഉള്ളവർ 3 ഫിംഗർ സാ വെച്ചിട്ട് സാ ശ്രുതിയായിട്ട് വായിക്കും ഓരോ സ്കെയിൽ. അതാണ് വ്യത്യാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതെ. ബേസ് ഫ്ലൂട്ടൊക്കെ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് ആദ്യം. അപ്പോൾ ഏകദേശം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ ഇവിടെ അടിയുറച്ച് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയില്ല, പ്രാക്ടീസ് ചെയ്താൽ പറ്റും. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള നമ്മളുടെ സുഷിരവാദ്യങ്ങളൊക്കെ വായിക്കണമെങ്കിൽ കുറച്ച് മനസ്സിന് ആദ്യം കുറച്ച് പാകപ്പെടുത്തണമെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ക്ഷമ വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. പ്രത്യേകിച്ച് വയലിൻ പഠിക്കാൻ ഞാൻ പോയപ്പോൾ ഞാനത് നിർത്തിയതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓടക്കുള്ളിൽ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക ജിൽ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊന്നും പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. ഓക്കെ. അപ്പോൾ കുറച്ച് ക്ഷമയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മേമ്പൊടിക്ക് വേണം. അപ്പോൾ എല്ലാവരും ഒരു ക്ഷമയുടെ
പാതയും കൂടെ കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ അർജുൻ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര മിനിമലായിട്ട്, ഭയങ്കര കറക്റ്റ് കാര്യങ്ങളായിട്ട്, ഭയങ്കര സാവധാനത്തിൽ, ക്ഷമയോടുകൂടി എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ഷമ കിട്ടുമെന്നൂടെ. സത്യമാണോ? ആഗ്രഹം കൂടുതലാണ്, ക്ഷമ തന്നെ വന്നോളൂ. അതാണ്. അതേ, ആഗ്രഹമുണ്ടോ? യെസ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അർജുനോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് കുറച്ച് ടിപ്പും ട്രിക്സും ഒക്കെ അറിയണ്ടേ ഇതിലേക്ക് നമ്മൾ എങ്ങനെ കടന്നു വരണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അർജുനോട് ചോദിക്കാം. ഇത് ഉയരെയാണ്, കൂടെയുള്ളത് RJ ദിവ്യയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരയുടെ സമയമാണ്. ഉയരയിൽ കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ ഇന്ന് നമ്മളുടെ കിടുക്കൻ ഗസ്റ്റ് എന്ന് പറയേണ്ടത് ആരാണ്? യെസ്, പുല്ലാങ്കുഴൽ വിദഗ്ധനായ, അല്ല ഫ്ലൂട്ടിസ്റ്റായ എന്ന് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ വലിയ 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 കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നുന്നുണ്ടോ അർജുൻ? എന്തായാലും എന്നോടൊരു റിക്വസ്റ്റ് ചെയ്ത വിധത്തിൽ ഞാൻ പറയാണ്, ഫ്ലൂട്ടിസ്റ്റ് ആയിട്ടുള്ള അർജുനാണ് നമ്മളുടെ കൂടെ ഇന്ന് ഉയരയിലുള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വീണ്ടും വീണ്ടും സ്വാഗതം പറയുകയാണ് അർജുൻ. ഹായ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ, നമ്മൾ വീട്ടിലെ ഡോറാണെങ്കിൽ പോലും മഴക്കാലത്ത് അതിന് ചിലപ്പോൾ ഇച്ചിരി വലുപ്പം കൂടും, അടയ്ക്കാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് അത് ഭയങ്കര ലൂസായിരിക്കും ഈ വേനൽക്കാലത്തൊക്കെ. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പുല്ലാങ്കുഴൽ. അതായത് മുളയും കൊണ്ട്, മുള ബേസിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെന്തായാലും ഒരു പരിചരണം ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു ഫ്ലൂട്ട് കേടുപാടുകൾ കൂടാതെ ദീർഘകാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? ആദ്യം തന്നെ നമ്മൾ വളരെ ക്ഷമയോടെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാമ്പു ആണല്ലോ, പൊട്ടാനായിട്ട് ഭയങ്കര വലിയ സാധ്യതയാണ്. ജസ്റ്റ് താഴെ വീണാൽ മതി, കഴിഞ്ഞു. അപ്പം പിന്നെ ഈ അന്തരീക്ഷത്തിൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ, തണുപ്പ് കൂടുമ്പോഴത്തേക്കിന് പ്രശ്നമാണ്, ചൂട് ഓവർ കൂടിയാലും പ്രശ്നമാണ് വായിക്കുന്ന സമയത്ത്. കാരണം ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതി ഷാർപ്പാവും, ചിരി കൂടും. തണുപ്പ് അതുപോലെ വന്നാൽ ശ്രുതി ഇറങ്ങും. അപ്പം നമ്മൾ വായിക്കുന്ന സമയത്ത് അതനുസരിച്ച് നമ്മൾ ലിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണം, ശ്രുതി കറക്റ്റായിട്ട് ചേരാനായിട്ട്. അപ്പോൾ എനിക്കൊന്ന് ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഈ വയലിനും ഈ കേസുണ്ട്. പിന്നെ നമുക്ക് ഫ്ലൂട്ടിൽ നമുക്ക് ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ നമ്മളുടെ വെസ്റ്റേൺ ഫ്ലൂട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നില്ല. അത് മെറ്റൽ ബേസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കാരണം ഞാൻ വാസലിനൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ വാസലിൻ, എനിക്ക് ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആവും ഈസിയിൽ, അതിനു വേണ്ടിയാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ കേസൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുണ്ടല്ലോ സ്പോഞ്ച്, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കൊണ്ട് എന്നെ കളിയാക്കരുത് കേട്ടോ, എല്ലാവരും കേൾക്കുന്നവരും അർജുനും. നമ്മളുടെ കല്യാണരാമൻ സിനിമയിൽ നമ്മുടെ ദിലീപിന്റെ എൻട്രൻസ് അല്ലേ, അതിനകത്ത് മറ്റേ ചിരവ വയലിന്റെ ബോക്സിൽ ഇട്ടിട്ട് വരത്തില്ല, അതേപോലെ തന്നെ വലിയൊരു ബോക്സുമായിട്ടാണ് ശരിക്കും അർജുൻ എത്തിയിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് മുളംകുഴലുകളും. ശരിക്കും ഈ ഒരു ഇതിനകത്ത് സ്പോഞ്ചാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഈർപ്പം തട്ടാതിരിക്കാനും അതേപോലെ തന്നെ ചൂടധികം ഇറങ്ങാനും തണുപ്പ് അധികം ഇറങ്ങാതിരിക്കാനും പറ്റിയ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അതിലെ ത്രെഡ് തന്നെ അതാണ് സംഭവം. ത്രെഡിൽ നമുക്ക് ചൂട് കൂടുമ്പോഴൊക്കെ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ത്രെഡ് ഒരു പരിധി വരെ ഇതിനെ അങ്ങനെ നിർത്തും. പിന്നെ കാണാനും ഭംഗിയുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചത് അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുളകുകളിൽ. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ അങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കാരണം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് വികസിക്കുകയും അല്ലാതെയും ചെയ്യുമ്പോൾ, ചുരുങ്ങുമ്പോഴും ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നത് ഈ ചരടുകൾ കെട്ടുന്നത് കൊണ്ടാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ആ രീതിയിലുള്ള ഒരു പരിരക്ഷ എങ്ങനെ കൊടുക്കാമെന്നും നമുക്ക് അർജുൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുല്ലാങ്കുഴലിനെ പറ്റിയും നമ്മളുടെ ഈ വായനയെ പറ്റിയും അതുപോലെ തന്നെ വായിക്കുന്ന ആളുടെ ആരോഗ്യത്തെ പറ്റിയും ഒക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. വിരലിൽ എണ്ണാവുന്നതിലും കൂടുതൽ ഓടക്കുടലുമായിട്ട് നമ്മളുടെ ഗസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം അർജുൻ. ഹായ്. വീണ്ടും ഉയരയിലേക്ക് ഒരു സ്വാഗതം പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നേരെ ചോദിക്കാൻ പോകുന്നതായി ഈ ഓടക്കുഴലിനെ പറ്റിയിട്ടുള്ള അതിനെ എങ്ങനെയൊക്കെയാണ് പരിചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അടുത്തതായിട്ട് ചോദിക്കേണ്ടതേ, ഫ്ലൂട്ട് വായിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മളൊരു പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു മൂക്ക് അടയുകയോ അല്ലെ അപ്പുറത്തെ മൂക്ക് എന്തെങ്കിലും തുറക്കുകയോ മാത്രം നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസം കറക്റ്റായിട്ട് ശരിയായില്ല എങ്കിൽ അപ്പോൾ പൂർണ്ണമായിട്ടും ശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളായിരിക്കുമല്ലോ അർജുൻ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങളെ പോലെയുള്ള ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത സാധാരണക്കാർക്ക് വേണ്ടി ദീർഘനേരം ഒരേ ശ്വാസത്തിൽ വായിക്കുന്നതിനെ പറ്റി, അതേപോലെ തന്നെ മനോഹരമായി ഇത്രയും നേരം ശ്വാസം ക്രമീകരിക്കുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വ്യായാമങ്ങളുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം ഇത്, ഈ ബ്രീത്ത് എങ്ങനെയാണെന്നുള്ളത്. അതിൽ എനിക്ക് പറയാനുള്ളത്, എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, പക്ഷെ ഞാൻ ചെയ്യാറില്ല. ഇത് മാത്രം ആരും കേട്ട് പഠിക്കണ്ട കേട്ടോ. എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്തോളൂ അല്ലേ? അതിൻ്റെ കുറേ എക്സസൈസും കാര്യങ്ങളുണ്ട്. അതായത് ഹിന്ദുസ്ഥാനിയിൽ ഫ്ലൂട്ട് വായിക്കുന്നവർ എനിക്കൊന്ന് മണിക്കൂറോളം ശ്രുതി ഇട്ടിട്ട് ഈ ഒറ്റ നോട്ട് തന്നെ ലോങ് പ്രാക്ടീസ് ചെയ്യുന്നു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ബ്രീത്തിങ്ങിനും ശ്രുതി ചേരാൻ വേണ്ടിയിട്ടും എല്ലാം. അതുപോലെ നമ്മൾ ഫ്ലൂട്ട് വായിക്കുന്ന എന്നോട് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ബ്രീത്തിൻ്റെ കാര്യമൊക്കെ. അപ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് ബ്രീത്തിൻ്റെ അത്ര പ്രശ്നം വരാറില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാട്ട് അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഒരു ഓഫ് കാണും. ആ ഓഫിലായിരിക്കും നമ്മൾ അടുത്ത ബ്രീത്ത് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വായിക്കാറ്. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം. സിഗരറ്റ് പോലത്തെ സ്മോക്കിംഗ് ഒന്നും പാടില്ല. പിന്നെ എക്സസൈസ്, വയറ് നല്ലോണം പാടില്ല. അതൊക്കെ നമുക്ക് പാടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനൊക്കെ നിന്നാണ് പ്രോഗ്രാം ചെയ്യുന്നത്. എപ്പോഴേലും ഇരുന്ന് പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കിനും അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ വൈറൽ പനിയൊക്കെ കൂടിയ സമയത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് മാത്രമല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതെ അതെ, ശരിക്കും സംരക്ഷിക്കണം അല്ലേ സൗണ്ടിനെ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാൻ വായിക്കുന്ന ഫ്ലൂട്ട് വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉറപ്പായിട്ടും വരും. ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും വൈറൽ എന്തെങ്കിലും ഫീവർ എന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വേറെ ആരും എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്നത് നമ്മളും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ആഹാരക്രമങ്ങളുണ്ടോ? അങ്ങനെ ഞാൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്യാറില്ല. എരിവ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. എന്തായാലും എന്തു തന്നെ ആയാലും ശ്വാസോച്ഛ്വാസത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മളുടെ. അതുപോലെ തന്നെ എയർ പ്രഷർ ഞാൻ കൊടുക്കുന്ന പ്രഷർ അല്ല വേറെ മറ്റൊരാൾ കൊടുക്കുന്നത്. അപ്പോൾ ആൾ ഉപയോഗിക്കുന്ന ഫ്ലൂട്ട് എനിക്ക് ചേരത്തില്ല. കാരണം ശ്രുതിയുടെ പ്രശ്നം. അപ്പം ഞാൻ വായിക്കുന്ന ഫ്ലൂട്ടും ചിലപ്പോൾ വാക്കും റെഡി ആവണമെന്നില്ല. അപ്പോൾ ഞാനിതൊക്കെ പഠിച്ചിട്ട് അർജുൻ്റെ ഇത് കടമെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫ്ലൂട്ട് തന്നെ വേണം. അല്ലെ പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. ശ്രുതി ചേർക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലിപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വായിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നില്ല. ഇതിൽ നിന്ന് കുറച്ച് പേരൊക്കെ പിന്മാറിയിട്ടുണ്ടെങ്കിൽ പിന്മാറാൻ വരട്ടെ. കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് പുല്ലാങ്കുഴലിലെ മേഖലയിലേക്ക് കടന്നു ചെല്ലണോ വേണ്ടായോ എന്ന് അറിയാം അല്ലേ? അതെ അതെ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉയരയിൽ ഫ്ലൂട്ടിസ്റ്റ് നമ്മളുടെ സ്വന്തം അർജുൻ കൂടെയുണ്ട്. കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്ലൂട്ടിനെ പറ്റി. ഇപ്പം ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്നിരിക്കെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് അർജുൻ. നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ പലർക്കും ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹം ഉണ്ടായി കാണും. അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഈ കേൾക്കുന്നവർക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങളാണ് അർജുന് പറഞ്ഞു തരാനുള്ളത്? അതേപോലെ തന്നെ കൃത്യമായിട്ട് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു, എന്തൊക്കെ തിരുത്തിയാണ് മുന്നേറിയത്, ഇതൊക്കെ പറയാനുള്ള ഒരു അവസരമാണ് ഇത്. മറ്റുള്ളവരെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ
തന്നെ യൂട്യൂബ് നോക്കി പഠിച്ച് വന്ന ആൾക്കാരാണ്. ആ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കി പഠിച്ച് ബേസിക്സ് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുറേ ട്രിക്സും കാര്യങ്ങളും ഇത് ഉണ്ട്. കർണാട്ടിക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ കൂടുതലും കർണാട്ടിക് പഠിക്കുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ കർണാട്ടിക് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള പാട്ടെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും കർണാട്ടിക് രാഗത്തിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എനിക്കറിയാവുന്ന കുറച്ച് വെസ്റ്റേൺ അങ്ങനെ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, ഹിന്ദുസ്ഥാനി മോശമെന്നല്ല പറഞ്ഞത്. അപ്പം കുറേ പേര് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ പഠിച്ച ആൾക്കാർ, വയലിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ വെസ്റ്റേൺ വായിക്കുന്ന ആൾക്കാരും കർണാട്ടിക് രീതി വായിക്കുന്നവരുണ്ട്. എന്നാലും കർണാട്ടിക് നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും പാട്ടുകളൊക്കെ വായിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം പാട്ടെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കർണാട്ടിക്കിലാണ്. അപ്പം ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ അടുത്ത്. അപ്പം എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഗുരുനാഥനെ കണ്ട് പഠിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അവരിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. അത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, എന്തെങ്കിലും ഒരു തെറ്റ് ആ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇത് പഠിച്ച സമയത്ത്, എന്നാൽ ഇപ്പോൾ ഞാനത് മേക്കപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവന്നു, ഇനി ആർക്കും അങ്ങനെ പറ്റരുത് എന്നുള്ള കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പാട്ട് അല്ലെങ്കിൽ പാട്ട് നമ്മൾ തെറ്റായിട്ട് വായിച്ചു, അത് നല്ലോണം പാട്ട് കേൾക്കണം. ഇപ്പോഴും ഞാൻ ചെയ്യാറില്ല. ക്ഷമ വേണം അതിനൊക്കെ. പിന്നെ ഇപ്പം കൂടുതൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ട് തെറ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിരുത്തിയില്ലെങ്കിൽ നമ്മളത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് തിരുത്താൻ നോക്കിയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് പൊതുവേദിയിലൊക്കെ വരുമ്പോഴത്തേക്കിന്. ഓക്കെ, ഈ പ്രോഗ്രാമും ലൈവ് പ്രോഗ്രാമും ബാൻഡിൻ്റെ ഒപ്പം ഒക്കെ പോകുന്നുണ്ട് അർജുന. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുള്ള പരിപാടി ഏതായിരിക്കും? ഈ ലൈവ് ആയിരിക്കുമല്ലോ എപ്പോഴും നമുക്ക്, നമ്മൾ ആ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അതാണോ എൻജോയ് ചെയ്യുന്നത്, അതോ അല്ലാതെയുള്ള പ്രോഗ്രാമുകളാണോ എൻജോയ് ചെയ്യുന്നത്? ചില ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സക്സസ് ഞാൻ കണ്ടിട്ടുള്ളത് സൗണ്ട്സാണ്. സൗണ്ട്സ് നല്ല സൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഓഡിയൻസും സൗണ്ട്സുമാണ്. ഓഡിയൻസും സൗണ്ട്സും സൂപ്പർ ആണെങ്കിൽ നമുക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ഓഡിയൻസൊന്നും ഇല്ലാതെ ചുമ്മാ നിന്ന് വായിക്കുന്ന, ആർക്കോ വേണ്ടി വായിക്കുന്ന പോലെ എപ്പോഴും തോന്നാറുണ്ട്. എസ്പെഷ്യലി ഈ കല്യാണ ഇവൻറ്റ്സിന് ഞങ്ങളെല്ലാവരും വായിക്കുന്നത്. എല്ലാവരും ഇതുപോലെ കുറച്ച് പേര് ഫുഡ് കഴിക്കും പോകും, ആരും നോക്കത്തില്ല. പക്ഷെ ചില ഓഡിയൻസ് ശ്രദ്ധിക്കും. അപ്പം നമുക്ക് വായിക്കാനായിട്ടൊക്കെ നല്ലൊരു പ്രചോദനമാണ്, നമുക്ക് എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഗിഫ്റ്റ് സാറിൻ്റെ ലൈവിന് ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം തലേദിവസം ഭയങ്കര പേടിയാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അന്ന് തലേദിവസം ഉറങ്ങിയിട്ടുമില്ല, നല്ലോണം പ്രാക്ടീസ് ചെയ്ത്. അതാണ് ഓർമ്മയിലുള്ള ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആളെ പരിചയപ്പെടാൻ പറ്റി. ശരിക്കും ഞാൻ ആലോചിക്കുന്നത് എന്തറിയോ, ഒരു ചെറിയ ബീച്ചിൽ നിന്നും അല്ലെങ്കിൽ വാങ്ങിച്ച ഒരു ഫ്ലൂട്ടിന്റെ ഒരു ഡെമ്മി പീസ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ, അല്ലേ? അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനം, ആ ഒരു കാര്യത്തിൽ നിന്നും തുടങ്ങിയ ഒരു ആവേശം, ഒരു ആഗ്രഹം, ഒരു ജാസി ഗിഫ്റ്റിന്റെ കോൺസേർട്ടിൽ വരെ വന്ന് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്, അല്ലേ? ഒരു ദിവസം ഞാനിങ്ങനെ തിരുവല്ലയിൽ പള്ളിയിൽ പോയ സമയത്ത് അവിടെ ഒരു കല്യാണത്തിന് ഫ്യൂഷൻ നടക്കുന്ന സമയം. അപ്പം അവിടെ ഒരാൾ വായിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ പ്രൊസസ്സറും കാര്യങ്ങളും ബാക്കിയെല്ലാം വെച്ച് ഇത്രയും ഫ്ലൂട്ടൊക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഇതുപോലെ എന്നാ വായിക്കാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ ആലോചിച്ച് പോയിച്ചിട്ടുണ്ട് ഒത്തിരി നാൾ മുന്നേ. പിന്നീട് എനിക്ക് അതുപോലെ ഒരു വേദിയിലൊക്കെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റി. അത് വളരെ അതെ വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ല ഇതിനു വേണ്ടിയിട്ട് തുടക്കമിട്ടവർക്കൊക്കെ ഇതേപോലെ തന്നെ വൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരുപാട് വേദികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും അർജുൻ്റെ കൂടുതൽ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അർജുൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓടക്കുഴലിനെ പറ്റി, ഈ മേഖലയെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അർജുൻ കൂടെയുണ്ട്, ഞാനും കൂടെയുണ്ട്, RJ ദിവ്യ കൂടെയുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പറന്നുയരുവാൻ കൊതിക്കുന്നവർക്കായി ചിറകായി ഉയരെ. അതെ, ഇത് ഉയരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ നമ്മുടെ സർഗക്ഷേത്ര 89.6 FM സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് ഉണ്ട്, ഫ്ലൂട്ടിസ്റ്റ് അർജുൻ ഉണ്ട്. അർജുൻ, ഹായ്, എങ്ങനെയുണ്ട്?
എങ്ങനെ പോകുന്നു നമ്മുടെ ഇന്റർവ്യൂ മുന്നോട്ട് പോകുന്നത്? അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2026 ഈ 26 ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു മേഖല എടുത്താലും ആ മേഖലയിൽ AI-ക്കായിട്ട് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഇപ്പോൾ നമ്മുടെ തലമുറ, അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹം നൽകുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ ഒരു വയറ്റത്തടിയാണോ ശരിക്കും AI? എന്താണ് AI-യെ പറ്റി പറയാനുള്ളത്? ഓടക്കുഴലിനെ നമുക്ക് കുറച്ചു നേരം മാറ്റി നിർത്തിയിട്ട് AI-യെ പറ്റി സംസാരിച്ചാലോ? എന്ത് തോന്നുന്നു ഈ ഒരു മേഖലയിൽ AI-യെ പറ്റി? തീർച്ചയായിട്ടും ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ് AI. അപ്പം മ്യൂസീഷ്യൻ്റെ ഫീൽഡിലോട്ട് വരുവാണെങ്കിൽ പണ്ടേ പോയെന്ന് പറയാം. കാരണം പണ്ടത്തെ നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം ലൈവാണ് ഇൻസ്ട്രുമെൻ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് പ്രോഗ്രാമിംഗ് വന്നപ്പം ഒത്തിരി പേർ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് വായിക്കുന്നവരുടെ എല്ലാം ജോലി നമുക്ക് പോയി. കാരണം തബലയാണെങ്കിലും ഇപ്പം എല്ലാം പ്രോഗ്രാമിങ്ങാണ്. അപ്പോൾ വയലിനും എല്ലാം പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഒരു മിനിറ്റ് അർജുൻ, ഇപ്പൊ കേൾക്കുന്ന ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു വേർഡ് മനസ്സിലാവണമെന്നില്ല. അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ? അതായത് നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് ഇൻസ്ട്രുമെൻസിനെ ആഡ് ചെയ്ത് പ്ലഗിൻസ്, അതായത് ആ സൗണ്ട് തന്നെ നമുക്ക് സെയിം യൂസ് ചെയ്യാം. അതായത് നമ്മൾ വാദ്യോപകരണം ഉപയോഗിക്കാതെ തന്നെ കമ്പ്യൂട്ടർ ബേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇപ്പം നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ ഒരു തോന്നലാണോ അറിവാണോ അറിയത്തില്ല, ഫ്ലൂട്ട് എത്രത്തോളം അങ്ങനെ ചെയ്യാം. ഫ്ലൂട്ടിൻ്റെ VSTയും കാര്യങ്ങളും ഉണ്ട് പ്രോഗ്രാം ചെയ്തെടുക്കാൻ. പക്ഷേ ഒറിജിനലായിട്ട് വായിക്കുന്നതിൻ്റെ ആ ഒരു ഒഴുക്ക് വരത്തില്ല, ഒരു കട്ടിങ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പലരും ഇപ്പോഴും ഫ്ലൂട്ട് ലൈവ് തന്നെ ആൾക്കാരെ വിളിച്ച് വായിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പ്രോഗ്രാം ചെയ്തെടുക്കാൻ ഫ്ലൂട്ട് ഇച്ചിരി പാടാം. എന്ത് കാര്യമാണെങ്കിലും ഉണ്ടല്ലോ, ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ കലാകാരന്മാർക്ക് നമ്മളുടെ കാണികളുടെ ഇടയിൽ നിന്നും കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ബേസിൽ നിങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളൊന്ന് നിൽക്കുന്നു കൊടുക്കും എന്നുള്ള ഒരു കാര്യം അല്ലേ? ഇപ്പൊ ഫ്ലൂട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന പാട്ടൊക്കെ വായിക്കാം എന്ന് പറയുമ്പോൾ ചില പാട്ടിനൊക്കെ കിട്ടുന്ന അപ്രീസിയേഷൻ ബേസിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് അവരെയൊക്കെ ഒന്നുകൂടെ പിടിച്ചിരുത്തി കുറച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് ഓഡിയൻസിന് സപ്പോർട്ട് സൂപ്പർ ആണെങ്കിൽ നമ്മൾ ആ പാട്ടെ ലിങ്ക് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ ആ ഒരു പാട്ട് വായിച്ച് നിർത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷേ ആ ലിങ്ക് വായിച്ച് അടുത്ത പാട്ടിലോട്ട് അങ്ങ് പോകും. അതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. അത് പറ്റത്തില്ല. കാരണം എന്താ അറിയോ, ഏറ്റവും കൂടുതൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ മ്യൂസീഷ്യൻസും. അപ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ലൈവായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരിക്കലും എന്തായാലും ഒരു AI കൊണ്ട് പ്രോഗ്രാം ചെയ്തിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ദിവ്യ അങ്ങനല്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റേഷൻ്റെ നമ്പറിലോട്ട് എനിക്കൊരു വോയിസ് അയച്ചോ, ദിവ്യ അങ്ങനൊന്നും അല്ല കേട്ടോ, അർജുനോടൊന്ന് പറഞ്ഞേക്കണേന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ അല്ലേ അർജുൻ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഗംഭീരമായിട്ട് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരുടെ അവസ്ഥയും പരിതാപകരമാണെന്ന് തന്നെ പറയാം അല്ലേ? കാരണം ഒരു വിധത്തിൽ നോക്കുമ്പോൾ ചിലവർക്ക് അത് ലാഭമാണെങ്കിലും ചിലവർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഏത് കലാകാരനാണെങ്കിലും അതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അർജുനോട് ചോദിച്ചു മനസ്സിലാക്കാം. അർജുൻ ഉയരയിൽ നമ്മളുടെ കൂടെ തന്നെ കാണും, എങ്ങോട്ടും പോകുന്നില്ല. ആർജെ ദിവ്യയും കൂടെ ഉണ്ടാവും. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അർജുനോട് ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ ഗസ്റ്റ് ഫ്ലൂട്ടിസ്റ്റ് ആയിട്ടുള്ള അർജുനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. നമ്മളുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. അർജുൻ, എന്താ പറയാനുള്ളത്? സമയം പോയത് അറിഞ്ഞില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഉയരയിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പുല്ലാങ്കുഴലിനെ പറ്റി
ഫ്ലൂട്ടിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണേ. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഫ്ലൂട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഫ്ലൂട്ട് വായിച്ച് കേൾക്കേണ്ടതല്ലേ എന്നുള്ള ഒരു കാര്യം. അത് നമ്മൾ പരിഗണനയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഉയരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളുടെ സ്വന്തം സർഗക്ഷേത്ര ശ്രോതാക്കളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാമേ. ഈ ഒരു മേഖലയിൽ ഇനിയും എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ ഇറങ്ങുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഒരു ബാൻഡ് തുടങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസീഷ്യൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം മാറാൻ പറ്റുമോ? എന്താണ് അർജുന് തോന്നുന്നത്? ഫ്ലൂട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈവ് പെർഫോമൻസിലോട്ട് മാത്രം ഒതുങ്ങിക്കൂടാം. പിന്നെ TV ചാനലിലോട്ട്, റെക്കോർഡിങ്സ്, സിനിമ, അങ്ങനെ പല മേഖലയിലോട്ടും പോകാൻ പറ്റും. ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിടുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ തന്നെ നിങ്ങളത് അല്ലേ കയ്യിലേക്ക് എടുത്ത് വാങ്ങുക. അതെ, നമ്മൾ ഇതിലോട്ട് ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. എല്ലാവരും പറയുന്നത് ഫ്ലൂട്ടിസ്റ്റ് കുറവാന്ന്. പക്ഷെ നമുക്ക് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ അറിയാം എത്രത്തോളം ആൾക്കാരുണ്ടെന്നുള്ളത്. മറ്റേ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ വീട്ടുകാരുടെ തലയിൽ വീഴുന്നെന്ന് പറഞ്ഞ പോലെ ഉണ്ട്. എന്ന് ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ വെച്ച് കുറവാണ്. പക്ഷേ എല്ലാ മേഖലയും ഉള്ളവർ കറക്റ്റ് ഫില്ലാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് തോന്നിയ ഒരു കാര്യം എന്താ പറയുക, എല്ലാ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു യുണീക്നെസ് ഉണ്ടാവും. ചിലപ്പോൾ ആ യുണീക്നെസ് ആയിരിക്കാം ജാസി ഗിഫ്റ്റിന്റെ കൺസേർട്ട് വരെ അർജുൻ എത്തിയത്. അപ്പൊ ആ ഒരു യുണീക്നെസ് എല്ലാവരിലും നിൽക്കുന്നിടത്തോളം കാലം ഒരു AI-ക്കും ഒരു കമ്പ്യൂട്ടറിനും ഒരു പ്രോഗ്രാമിനും നിങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ലെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി. അതുപോലെ തന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും അല്ലെ. അത് ചിലപ്പോൾ നമ്മളുടെ സർഗശേഷിയെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തെന്നിരിക്കാം. ചിലപ്പോൾ പെട്ടെന്നൊരു ജോലിയൊക്കെ ഒന്ന് വിട്ടിട്ട് വേറെ ഒരു മേഖലയിലേക്ക് കിടക്കണമെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തെന്നിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമുക്കൊരു പാട്ടൊക്കെ കേൾക്കാം. ഉയരയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് നമ്മൾ ലൈവായിട്ട് കേൾക്കാൻ പോകുന്നത്. നമുക്കത് കേൾക്കാം. എന്താ അല്ലേ, ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ അർജുൻ ഫ്ലൂട്ടിലൂടെ വായിച്ചു തന്നിട്ടുള്ളത്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. യെസ് അർജുൻ, എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും. ഈ സന്തോഷം അങ്ങനെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കട്ടെ. അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയതിന് ഭയങ്കര ഒരു താങ്ക്സ് പറയാണ് എല്ലാവരുടെയും പേരിൽ. ഓക്കെ, അപ്പൊ അതെ RJ ദിവ്യയും അർജുനും ടാറ്റ ബൈ ബൈ സി യു പറയുകയാണ് ഉയരയിൽ നിന്നും. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.